വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മളിന്ന് അയത്തിലൊക്കെ പോയിട്ട് വരുന്നു നൈറ്റ് ഡ്രൈവ് ചായ കുടിക്കാൻ. അപ്പം ഇന്ന് നമുക്കൊരു നൈറ്റ് വ്ളോഗ് കാണാം. ഇതിനിടയ്ക്ക് അമ്മയൊക്കെ പള്ളിയിൽ പെരുന്നാൾ ഗാനമേള ആക്കാൻ പോയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയെ കൊല്ലണം. കാര്യം ഗാനമേള കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. വരുമ്പോൾ അറിയാം എന്താണെന്ന്. പക്ഷെ പാട്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് കേൾക്കാം കേട്ടോ. കൃഷിയുടെ പാട്ട് ഇവിടെ നിന്നിട്ട് കേൾക്കാം. അപ്പോൾ പഴയ പാട്ടാണ് ഇട്ടേക്കുന്നത്. പോകുന്നതിനുള്ള വിശേഷങ്ങൾ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിക്കകത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പെരുന്നാളാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ അലങ്കരിച്ചിട്ടേക്കുന്നതാണ്. ഫുള്ള് ലൈറ്റ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താന്നിക്കമുക്കെന്ന് നമ്മുടെ ഈ പള്ളി വരുന്നത് കണ്ടശ്ശേരിയാണ് കേട്ടോ. ഉള്ളളമുക്കെന്നാണ് നമ്മുടെ ഇവിടെ പറയുന്ന പേര്. നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് കുരിശടിയാണ് കേട്ടോ. പള്ളിയല്ല, ചെറിയൊരു കുരിശടിയാണ്. കുരിശടിയിലെ പെരുന്നാളാണ്. ഇന്നലെ ഞാൻ കാണിച്ചത് വേറെ പള്ളിയിലെ പെരുന്നാളാണ്. ഇന്ന് കുരിശടിയാണ് കേട്ടോ കാണിച്ചു തന്നത്. രണ്ട് സൈഡിലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോണ വഴിയും നിറച്ച് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടേക്കാണ്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് എങ്ങനെയാണോ അതുപോലെയാണ് പള്ളിയിലെ പെരുന്നാളിന് സെറ്റാക്കി വെച്ചിരുന്നത്. പിന്നെ ഇത് ഞാൻ മേടിച്ചൊരു ക്യാറ്റാണ് കേട്ടോ. ക്യാറ്റ് നല്ല ഉറക്കമാണ്. അതുപോലെ തന്നെ എൻ്റെ കാശി ബേബി ബാവ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ കാശിക്കൂട്ടിന് ഉറക്കമായി കേട്ടോ. അവന് വണ്ടിയിൽ കയറി അന്നേരം തന്നെ കാശി നല്ല ഉറക്കമാവും. പിന്നെ ഞാൻ ഗോകുവിനെ കാണിച്ചുതരാം. ഗോകു ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരം എല്ലാവരോടും ചോദിക്കും. വീട്ടിൽ ആദ്യമേ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി വരുന്നുണ്ടോ? ചേച്ചി വരുന്നില്ല എന്ന് പറയുമ്പോൾ ദേവിയോട് ചോദിക്കും. ദേവി വരുന്നില്ല. അപ്പം ഇന്നലെ എല്ലാവരോടും ചോദിച്ചപ്പോൾ ആരും വരുന്നില്ല. മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജിത്തുവിനെ വിളിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്താണ് അയത്തിൽ നിന്ന് നമ്മുടെ അവിടെ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഗൗ? നമ്മുടെ വീട്ടിൽ നിന്ന് അയത്തിലേക്ക് ഒരു 6-7 കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ചായ് സ്പോട്ട്. ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് ചായ് സ്പോട്ട് എന്നാണ്. നമ്മൾ എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പോയാലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഇവിടെ തന്നെ വരും. അപ്പം നമുക്ക് വൈകുന്നേരം ഒരു 4 മണി തൊട്ടിട്ട് വെളുപ്പിന് ഒരു 3 മണി വരെയൊക്കെ ഈ ഒരു ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലത്തല്ല, നമ്മുടെ ബൈപ്പാസ് ഉണ്ടല്ലോ, കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ബൈപ്പാസിൻ്റെ അടുത്തായിട്ട് അയത്തിൽ എന്ന് പറയുന്ന സ്ഥലം, കൊല്ലം അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈപ്പാസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലും ആയിട്ടാണ് വരുന്നത് ചായ് സ്പോട്ട്. ഈ ചായ് സ്പോട്ട് കുറേ ഷോപ്പുകളുണ്ടാവും. നമ്മൾ സ്ഥിരം പോണത് ഇവിടെയാണ്. ഇവിടുത്തെ റേറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയാണ്. ഒരുപാട് റേറ്റൊന്നും ഇല്ല. നോർമലി എല്ലാ ചായകളാണെങ്കിൽ 10, 20, 30, 50 രൂപ ആ ഒരു റേറ്റിൻ്റെ അകത്തേ വരുന്നുള്ളൂ. എല്ലാം ഒരുപാട് വെറൈറ്റിയായി. ഈ ചായകളും ബ്ലൂ ടീ ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, പിന്നെ നമ്മുടെ മസാല ടീ ഉണ്ട്, കോഫി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിസ്ത ടീ, ബദാം കോഫി, ബദാം മിൽക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കോൾഡ് കോഫി ഉണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് ട്രൈ ചെയ്യുന്നത് ഒന്ന് ചോക്ലേറ്റ് കോഫി, പിന്നെ ഇതിൻ്റെ പേരെന്താണ്, മിൻറ്റ് ടീ. ഈ മിൻറ്റ് ടീ ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. ഭയങ്കര നല്ല സുഖമായിട്ടാണ് ഉറങ്ങാൻ പറ്റും കേട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ എപ്പോൾ പോയാലും ഈ ഒരു ഐറ്റമാണ് സ്ഥിരമായി ഞാൻ വാങ്ങി കഴിക്കാറുള്ളത്. നല്ലതാണ് കേട്ടോ മിൻറ്റ് ടീ. ഇവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ മിൻറ്റ് ടീ കഴിക്കാനല്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ്. ഇതുപോലെ മെനു നോക്കും, അതിനകത്ത് ഒരെണ്ണം ഓർഡർ ചെയ്യുമോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് പള്ളിയിൽ നിന്ന് സ്കൂളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ കുരിശിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് താഴത്തേക്കായിട്ട് ഒരു സ്കൂളുണ്ട്. സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ ഉള്ളത്. തലേ ദിവസമായിട്ട് നാടകം ഉണ്ടായിരുന്നു, ഇന്ന് ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള കേൾക്കാനായിട്ട് അമ്മ പോയി. അമ്മയെ വിളിക്കാനായിട്ട് പോണ വഴിയാണ് കേട്ടോ. താഴത്തേക്ക് ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഇഷ്ടം പോലെ ബൈക്കുകളും സ്കൂട്ടി, ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അടി നടന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അതുപോലെ ചെറിയ വഴക്ക് എന്നുവെച്ചാൽ നീ ഡാൻസ് കളിച്ചോ ഞാൻ ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തട്ടിമുട്ടി വഴക്കൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടിട്ട് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണി നിറച്ചിട്ട് പോലീസുകാരുണ്ടായിരുന്നു. അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയപ്പോഴത്തേന് ഞാൻ കട്ട് ചെയ്തു. ഇതാണ് സ്കൂള്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ 2ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. SNUP സ്കൂള്, UP ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അഞ്ചാലമൂട്ടിലേക്ക് മാറി. അപ്പം അമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ എല്ലാവരും ഇറങ്ങി തിരക്ക് തുടങ്ങി. അതുകൊണ്ടിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ.
അല്ലേ പൊന്നെ? ആ കണ്ടോ? കാശിക്കൊണ്ട് ഉടുപ്പ് കൊള്ളാവോ? ചൂടായോണ്ടേ നെറ്റിൻ്റെ ഉടുപ്പ് മേടിച്ചിട്ടതാ. ഇതാകുമ്പത്തിന് സുഖമാണ്, ചൂടും ഇല്ല, ഉടുപ്പ് ഇട്ടെന്നുമായി, അതുകൊണ്ടിട്ട് മേടിച്ചത്. നല്ല രസമുണ്ടല്ലേ? ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ. വായു 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 എൻ്റെ അമ്മ ഉറക്കപ്പിച്ചിലിരിക്കുകയാണേ. കാര്യം വണ്ടിക്കകത്തിരുന്ന് നല്ല ഉറങ്ങിയായിരുന്നു. കയറിയപ്പോൾ തന്നെ ആശാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പ ഇതൊക്കെ ഹായ് വേണം ചിരിച്ചേ കാശ്. എൻ്റെ പൊന്നെ ചിരിച്ച് കാണിച്ചേ. ആ ദേവുൻ്റെ പൊന്നെന്തേ? ദേവുൻ്റെ പൊന്നപ്പം എന്തേ? എന്താണ് കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്താക്കളെ? ആ നിൽക്ക ഒരു മിനിറ്റ്. ആ അപ്പോൾ എന്തപ്പാ? ഞങ്ങളുടെ കരച്ചിൽ ഇത്രേ ഉള്ളേ. ഞങ്ങൾ ഇങ്ങനെയാണ് കരയുന്നത്. എന്നമ്മാ കുഞ്ഞിനെ ഞാൻ പാലെടുത്ത് കുഞ്ഞിനെ ഉറക്കട്ടെ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് വരാം. അങ്ങനെ കുഞ്ഞിനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാലേ പാല് കൊടുക്കാന്ന് വെച്ചാലേ ഉറക്കപ്പിച്ചലായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റേൻ്റെ ഒരു മുഷേട്ടുണ്ട്, അതുള്ളതാണ് കേട്ടോ. പിന്നെന്താ പറയുക? എന്നമ്മ ഞാനിത് പറഞ്ഞ് തീർത്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫ് ആവുന്നേ. ഫോണിലൊട്ടും ചാർജ് ഇല്ല, അതുകൊണ്ടിട്ടാ. പിന്നെ എന്തുട്ടാ പറയാ ഉണ്ടാക്കലേ. അങ്ങനെ കാശുകൊട്ടിന് ഗോഗു എടുത്തിട്ട് എന്നാലും ചെറിയ നിർബന്ധമുണ്ട്. വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് അമ്മ വന്നപ്പോഴത്തേന് അമ്മ അങ്ങ് എടുത്ത് ബാക്കിലേക്ക് എടുത്തപ്പോഴത്തേന് ആൾ എണീറ്റ്. അപ്പം അതിൻ്റെ നിർബന്ധമുണ്ട്. പിന്നെ ഡ്രസ്സ് രാത്രി കിടക്കുമ്പോൾ ഡ്രസ്സ് ഇടാണ്ടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഡ്രസ്സ് ഊരിയിട്ടിട്ടാണ് ഞാൻ കിടത്താറുള്ളത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക്. ഇപ്പോൾ വരാൻ മുന്നേ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വ്ലോഗ്. വലിയ കാര്യം ഗോകുൽ ഉടുപ്പ് ഊരിയതാ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിൻ്റെ ചെറിയൊരു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ലോഗ്. കുഞ്ഞു കരച്ചിലാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം പോണ ഷോപ്പാണ്, മിക്ക ദിവസങ്ങളിലും പോകാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല. ഗോകു ഒരു ചായ പറയും, ഞാൻ ഒന്നെങ്കിൽ ഒരു സുലൈമാനി പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ മൊജിറ്റോ പറയും. ഇത്രേ പറയാനുള്ളൂ. എന്താ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഔട്ടിങ് പോകണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഓടിപ്പോണ ഒരു ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഷോപ്പാണ്. വെച്ചാൽ ഏകദേശം ഒരു 2 year ആയിട്ട് നമുക്ക് അറിയാവുന്ന ഷോപ്പാണ്. 2 years ആയിട്ട് നമ്മൾ പോകാറുണ്ട്. പിന്നെ വെച്ചാൽ നൈറ്റ് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോണം അവിടേക്ക് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ അങ്ങനെ പോകാറ്. പിന്നെ ഒരെണ്ണമുണ്ട് നമ്മുടെ ചിന്നക്കടയിൽ, കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അവിടെ പോകുന്നുണ്ട്. പക്ഷേ അത് കാണാനുള്ളതാണ്. അവിടുത്തെ ഷോപ്പും അവിടുത്തെ വൈബും ഒക്കെ കാണാനുള്ളതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയണ്ട, അതിൻ്റെത് ഞാൻ അന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലം അയക്കിൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ്. ചായ സ്പോട്ട് എന്നാണ് ഈ കുഞ്ഞി ഷോപ്പിൻ്റെ പേര്. എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്പുകളൊന്നും ഇല്ല അവിടെ. ഈ ചെറിയ 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 കുട്ടി ചായ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് പോണത് ഐറ്റിൽ ജംഗ്ഷനിലുള്ള ചായ സ്പോട്ടിലാണ്. അവിടെയുള്ള അണ്ണന്മാർക്കും ചേട്ടന്മാർക്കൊക്കെ നല്ല പരിചയമാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴേ നമ്മളെ അറിയാം, വന്നിട്ടുണ്ട് എന്നറിയാം. പിന്നെന്താ പറയുക, അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മൊജിറ്റോസും ജ്യൂസും ഷേക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബൈപ്പാസ് വരുന്നതുകൊണ്ടിട്ട് ഇവർ മുന്നേ കുറച്ചും കൂടെ ബാക്കിലേക്ക് കുറേ സ്പേസ് ഉണ്ടായിരുന്നു. ബൈപ്പാസ് വന്നപ്പോഴത്തേനും അവരുടെ സ്പേസ് ഒക്കെ കുറഞ്ഞിട്ട് അവർ കുട്ടിയാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ചെറിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. പുതിയ ബൈപ്പാസ് വന്നു കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ സെറ്റ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ നാട്ടിലുണ്ടാവുമോ എന്നറിയത്തില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൈസൻസ് ഇന്ന് പുതുക്കി അല്ലേടാ. അതെന്താ എല്ലാ വർഷവും പുതുക്കും കേട്ടോ. ഇന്ന് പുതുക്കലായിരുന്നു, May 1st. നമ്മുടെ ഷോപ്പ് ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്നായിരുന്നു ഗോകു? April 23rd 28 അങ്ങോട്ടല്ലായിരുന്നോ? എന്നായിരുന്നു? മെയ്യിലല്ല, ഏപ്രിലായിരുന്നു. April 26th or 23rd കൊണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആയി. എത്ര പെട്ടെന്ന് 1 year ആയെന്നൊരു പിടുത്തമില്ല. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ 1 വർഷം കഴിഞ്ഞു
എല്ലാം മംഗളകരമായി സമാധാനമായി നടന്നു. അത് തന്നെ വലിയ ആശ്വാസം, സമാധാനം, സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മിക്കവാറും ഞാൻ നൈറ്റ് ആയിരിക്കില്ല, ഈവനിങ് ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നാളെ ഞങ്ങൾ എവിടത്തേക്കാണ്, എറണാകുളം പോവുകയാണ്, ഗോകുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നാളെ വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.